ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾക്ക് സൺഡേ സ്പെഷ്യൽ ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ റോസ്റ്റുമാണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യണത്. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കോൺഫ്ലവർ, മുട്ട, ഉപ്പ് ഇതൊക്കെ ചേർത്ത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്കത് ഗ്രേവിയിലോട്ട് മാറ്റാം. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് സവാള കട്ട് ചെയ്തതും കൂടി ചേർക്കുക. നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായി വഴറ്റണം. ഞാനിതിന് മുമ്പായിട്ട് കുറച്ച് 2-3 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയുമാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ഇതെൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ആഡ് ചെയ്യണം കേട്ടോ. ഇത് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 2 സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവിയാക്കി എടുക്കുക. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. അധികം മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനധികം ഗ്രേവി ഇല്ലാതെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കണേണ്. ഇതിനു മുമ്പ് ഞാൻ ഫ്രൈഡ് റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ.